UDF-നെതിരെ സമൂഹമാധ്യമ പോര് തുടർന്ന് മുഖ്യമന്ത്രി. UDF ഭരണകാലം ഇരുണ്ട കാലം എന്ന തലക്കെട്ടോടുകൂടിയാണ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പിണറായി വിജയന്റേത്. കേരളത്തെ പിന്നോട്ടടിപ്പിച്ച UDF-ന്റെ ആ ഇരുണ്ട കാലം തിരികെ വരരുത് എന്നതിൽ പറയുന്നു. വാക്ക് പാലിക്കാത്തവരെ തുറന്നുകാട്ടാൻ ഇതിലും നല്ലൊരു ദിവസം വേറെയുണ്ടോ? ചർച്ച തുടരട്ടെ എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതി. അർജുൻ രാജ് വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് പുതിയ പോസ്റ്റ്? എപ്പോഴാണ് വന്നത്? സനീഷ്, ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിട്ടുള്ളത്. UDF-ന്റെ കാലം അത് ഇരുണ്ട കാലമാണ് എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് തുടരുന്നത്. ഒരുപാട് കാർഡുകൾ അതിനകത്ത് ഉണ്ട്. UDF സർക്കാരിൻ്റെ കാലത്തെ ഭരണ പരാജയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് അതിലെ വിശദാംശങ്ങൾ. കേരളത്തെ പിന്നോട്ടടിച്ച UDF കാലം എന്നാണ് 2011 തൊട്ട് 2016 വരെയുള്ള കാലത്തെ വിശേഷിപ്പിക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ 18 മാസം മുടങ്ങിയ കാര്യം പ്രധാനമായ വിമർശനമായി ഉന്നയിക്കുന്നു. KSRTC കട്ടപ്പുറത്തായിരുന്നു UDF-ന്റെ ഭരണകാലത്തെന്ന് പറയുന്നു. പവർ കട്ട് ഉണ്ടായിരുന്നു, കേരളത്തെ ഇരുട്ടിലാക്കിയ കാലം എന്നാണ് പറയുന്നത്. പാഠപുസ്തകം കിട്ടാതെ കുട്ടികൾ സ്കൂളിൽ പോകേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് അതിൽ വിമർശനമുണ്ട്. കേസുകൾ പിൻവലിച്ചും അന്വേഷണം അട്ടിമറിച്ചും വർഗീയവാദികൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ് UDF ഭരണകാലത്ത് സർക്കാർ ചെയ്തതെന്നുള്ള വിമർശനം ഉണ്ട്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ, ദേശീയ റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ മുടങ്ങിപ്പോയ, ആ പദ്ധതി ഉപേക്ഷിച്ചു പോയ കാലഘട്ടം എന്നാണ് 2011 തൊട്ട് 16 വരെയുള്ള കാലത്തെ പറയുന്ന. ഓണത്തിന് പോലും ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാത്ത സാഹചര്യമായിരുന്നു അന്നെന്ന് പറയുന്നു. റോഡുകളിലെല്ലാം കുഴിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിശദമായിട്ടുള്ള ആ കാലഘട്ടത്തെ UDF സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളെ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. ആ ഇരുണ്ട കാലം ഇനി തിരികെ വരരുതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. വാക്ക് പാലിക്കാത്തവരെ തുറന്നു കാട്ടാൻ ഇതിലും നല്ലൊരു ദിവസം വേറെയുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പോരാടാം. ശരി, നന്ദി അർജുൻ. വിവരങ്ങൾക്ക് ഏതായാലും മുഖ്യമന്ത്രിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്.